നമ്മളൊരു തെറ്റ് ചെയ്യാത്ത സാഹചര്യത്തിലും ചിലർ നമ്മളെക്കുറിച്ച് മോശമായിട്ട് സംസാരിക്കാറുണ്ട്. അത് ചിലപ്പോൾ നമ്മുടെ കുടുംബജീവിതത്തെയും നമ്മുടെ ജോലിയെയും സമൂഹത്തിലെ നമ്മുടെ ബന്ധങ്ങളെയും ബാധിച്ചേക്കാം. മറ്റുള്ളവരുടെ അപവാദങ്ങളും മോശം വാക്കുകളും കാരണം നമ്മുടെ മനസ്സമാധാനം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം നിങ്ങളിൽ ചില ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം. ഇത്തരം സാഹചര്യങ്ങളിൽ മറ്റുള്ളവരുടെ ദോഷകരമായിട്ടുള്ള സംസാരങ്ങളിൽ നിന്ന് സംരക്ഷണം ലഭിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി ഈ നാട്ട് പാരമ്പര്യത്തിൽ പ്രചാരത്തിലുള്ള ഒരു മലയാള മന്ത്രമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഇതാരെയും ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ മറ്റൊരാളുടെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കാനോ വേണ്ടിയുള്ള ഒരു അനാവശ്യമായിട്ടുള്ള ഒരു ജപരീതിയല്ല. നമ്മളെ ബാധിക്കുന്ന അപവാദങ്ങളെയും മോശപ്പെട്ട സംസാരങ്ങളെയും നിയന്ത്രിക്കുവാനും അത് ഇല്ലാതാക്കുവാനും വേണ്ടിയിട്ടുള്ള ഒരു മന്ത്രജപ രീതിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു മന്ത്രം ജപിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇത്തരത്തിലുള്ള അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ ജ്യോതിഷപരമായിട്ടുള്ള സംശയങ്ങൾക്കായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് മന്ത്രത്തിലേക്കൊന്ന് പോവാം. തുടർച്ചയായിട്ട് 7 ദിവസമാണ് ഈ ഒരു മന്ത്രം നമുക്ക് ജപിക്കേണ്ടത്. പ്രത്യേകം ഈ ഒരു മന്ത്രം തുടങ്ങാനായിട്ട് ദിവസങ്ങളൊന്നും തന്നെ പറയുന്നില്ല. പ്രത്യേക രീതിയിലുള്ള വ്രതങ്ങളോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. രാവിലെയാണ് ഈ ഒരു മന്ത്രം ജപിക്കേണ്ടത്. ഭസ്മം ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഭസ്മം കയ്യിൽ നമ്മൾ എടുത്ത് പിടിച്ച ശേഷം ഈ ഒരു മന്ത്രം 21 തവണയാണ് നമ്മൾ ജപിക്കേണ്ടത്. ശേഷം ആ ഒരു ഭസ്മം നമ്മുടെ നെറ്റിയിൽ അണിയാവുന്നതാണ്. അപ്പോൾ ആ ഒരു മന്ത്രം ഞാൻ പറയാം. ഓം നമോ ഭഗവതോ ഓം നശി നശി എന്ന് നനച്ച് ചൊല്ലിയാർത്തോരെല്ലാം ശിവ ശിവ എന്ന് നനച്ച് ഉള്ളുരുകി ഉടലുരുകി വാക്കുരയ്ക്കും വായ കെട്ടി മിണ്ടാതെ തീണ്ടാതെ 1001 പന്തപ്പാടകലെ മാറി നാവടങ്ങി നിൽക്ക നമഃശിവായ സ്വാഹ. അപ്പോൾ ഇതാണ് ആ ഒരു മന്ത്രം. 21 തവണയാണ് ജപിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു മന്ത്രജപം കൊണ്ട് നമ്മളെ ബാധിക്കുന്ന നമ്മുടെ ശത്രു ഭാവത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മളെ പറ്റിയിട്ട് ചില ആളുകളുണ്ടാവും ശത്രുതയില്ലെങ്കിലും എന്തെങ്കിലും ആരെങ്കിലേക്ക് പറ്റിയിട്ട് എപ്പോഴും മോശമായിട്ട് സംസാരിച്ച് ആ നാട്ടിലാകെ നാണക്കേട് പരത്തുന്ന രീതിയിൽ സംസാരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ നേടാൻ സാധിക്കുന്ന ഒരു മന്ത്രജപമാണ്. ഈ ഒരു മന്ത്രം ജപിച്ച് 7 ദിവസം പൂർത്തിയാക്കുന്ന ആളുകൾക്ക് അവരെ പറ്റിയിട്ട് മോശമായിട്ടുള്ള കാര്യങ്ങൾ പറയുവാൻ അല്ലെങ്കിൽ അവർക്ക് അപമാനം ഉണ്ടാകുന്ന രീതിയിൽ സംസാരിക്കുവാനുള്ള മനസ്സ് ആർക്കും തോന്നില്ല എന്നാണ് ഈ ഒരു മന്ത്രത്തിൻ്റെ ഫലശ്രുതി. ഈ ഒരു മന്ത്രത്തെ പറ്റിയിട്ട് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി.